ഹലോ. അപ്പോൾ ഇന്നതേ ഞങ്ങൾ ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ചുമ്മാ പുറത്തേക്ക് ഇറങ്ങിയതല്ല, ഇങ്ങനെ വീട്ടിലിരുന്നപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ നാടൊക്കെ മിസ് ചെയ്തു. നാട് മിസ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് വരുന്ന ഒരു ഫീലാണ് ഫുഡ് ക്രേവിങ്സ്. അപ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടിലത്തെ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കാനുള്ളൊരു ക്രേവിങ്സ് വന്നപ്പോൾ നമ്മൾ ഒരു മലയാളി റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച് അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് ഏതാണ് റെസ്റ്റോറൻറ്റ്, എന്തൊക്കെയാണ് കഴിച്ചതെന്ന് നമുക്കൊന്ന് കാണാം. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്ത് നേരെ നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അണ്ണാനഗറിലുള്ള ദാറ്റ് മല്ലു ജോയിൻ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. നമ്മുടെ അണ്ണാനഗർ ഈസ്റ്റ് സൈഡിലായിട്ടുള്ള ഇപ്പോൾ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തൊരു ഔട്ട്ലെറ്റ് ആണ്. നമ്മൾ വന്നത് ആ ഒരു ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ക്രിസ്മസ് ഈ വൈബിൻ്റെ ആ ഡെക്കറേഷൻസ് ഒന്നും അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അകത്തേക്ക് കയറുമ്പോൾ തന്നെ വേണ്ടോ ദാറ്റ് മല്ലു ജോയിൻ ഗോഡ്സ് ഓൺ ഫ്ലേവേഴ്സ് എന്നൊക്കെ എഴുതി ക്രിസ്മസ് ട്രീയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ അന്നു ബേബി അതിൻ്റെ അടുത്ത് പോയി എന്നിട്ട് 2 ഫോട്ടോസൊക്കെ എടുത്ത് തരുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കൊടുത്തു. അപ്പോൾ ഞാൻ അവിടുത്തെ ആ ഒരു ആംബിയൻസ് ഒക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞങ്ങൾ ചെല്ലുമ്പോൾ ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നല്ലൊരു വാമായിട്ടുള്ളൊരു ഇന്റീരിയേഴ്സ് ഒക്കെയുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നു, ഹാൻഡ് വാഷ് ഒക്കെ ചെയ്തു. എന്നിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഡിസൈഡ് ചെയ്തിട്ട് നമുക്ക് ഓർഡർ ചെയ്തിട്ട് എന്തൊക്കെയാണ് ഫുഡ് ഐറ്റംസ് വന്നതെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ എല്ലാമൊക്കെ നോക്കി ഫുഡൊക്കെ ഓർഡർ ചെയ്തു. എല്ലാവർക്കും പ്ലേറ്റ്സ് ഒക്കെ വന്നു. നല്ല വാഴയിലൊക്കെ ഇട്ട് പ്ലേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അന്നു ബേബിക്ക് നല്ല വിശന്ന് നമ്മൾ ഭയങ്കര അക്ഷമയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. വിശന്ന് കഴിഞ്ഞാൽ അവൾ ഭയങ്കര മൂഡ് ഓഫ് ആണ്. അപ്പോൾ ഞാൻ അവിടുത്തെ ആ ഒരു ഡെക്കേഴ്സ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ വാള് കണ്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ ബ്രിക്സ് ഒക്കെ അങ്ങനെ വെച്ചിട്ട് അതിൽ 2 കഥകളിയുടെ ഫ്രെയിം ഒക്കെ ആയിട്ട് അത് ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. അപ്പോഴേക്കും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ നമ്മൾ ഓർഡർ ചെയ്തത് മട്ടൻ ബിരിയാണി, പിന്നെ അന്നു ബേബിക്ക് ആസ് യൂഷ്വൽ ഗീ റൈസും പിന്നെ ഇറച്ചിച്ചോറുമാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ അത് എല്ലാവരും കഴിക്കാനായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നല്ല ടേസ്റ്റി ആയിരുന്നു, നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. എസ്പെഷ്യലി ആ ഇറച്ചിച്ചോറ് നല്ല സ്പൈസിയും ഒരു പ്രത്യേക ഫ്ലേവർ ആയിരുന്നു കേട്ടോ. ബിരിയാണിയും അടിപൊളിയായിരുന്നു കേട്ടോ. അത് നല്ല മട്ടൻ ബിരിയാണി ആയിരുന്നു. അന്നു ബേബിക്ക് പിന്നെ ഇപ്പം നമ്മുടെ കേരള റെസ്റ്റോറൻറ്റിൽ വന്നാലും അന്നു ബേബിക്ക് ഗീ റൈസ് മതി, പ്ലെയിൻ ഗീ റൈസ്, വേറെ കറി ഒന്നും വേണ്ട. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതൊക്കെ ആസ്വദിച്ച് കഴിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇങ്ങനെ നാട്ടിലെ ആ ഒരു ഫ്ലേവറിലെ ഫുഡൊക്കെ കഴിച്ച് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ആ ഒരു സന്തോഷത്തോടെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.